ഈ പറഞ്ഞ ശ്രദ്ധ എല്ലാവർക്കും വേണം. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൽ പരിപൂർണമായിട്ട് ഇതുപോലെ അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തോ കിട്ടി. നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമാണോ അതിലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഹിന്ദുവായിട്ട് ജനിച്ചതുകൊണ്ട്. എന്താണ് ഭഗവാന്റെ ശ്രീ മഹാലക്ഷ്മി നമഃ. നേരത്തെ ചൂണ്ടിക്കഴിഞ്ഞു. ഞാനിപ്പോ എന്താ ഇയാൾ പറയാൻ പോകുന്നത് എന്ന് നോക്കിയവർ എത്ര പേരുണ്ട്? ഗോവിന്ദ ഗോവിന്ദ. ഉറക്കെ പാടണം. എല്ലാവരും പാടുവോ? ജയ ജയ ദേവ. ജയ ജയ രാധ. എല്ലാവരും ജയ ജയ രാധ കൃഷ്ണ സ്വരൂപ. ജയ ജയ ദേവ. ഭഗവാന്റെ പൂജ സകല ജീവജാലങ്ങളോടും നമ്മൾ ദയ കാണിക്കുക എന്നുള്ളതാണ്. എന്താണ്? സകല ജീവജാലങ്ങളോടും എന്ത് കാണിക്കണം? ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി നമ്മുടെ സൽസ്വഭാവികളാവുക, സാത്വികം സത്വഗുണികളാവുക. ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ കേട്ടിട്ടുണ്ടോ? ത്രിഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സത്വഗുണം, രജോഗുണം, തമോഗുണം. രജോഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അവിടെ കൂടുക, ഇവിടെ കൂടുക, പണിയെടുക്കുക, ഈ പണിയെടുക്കുക. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 പറയുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പഠിക്കാത്തവരൊന്നും നമ്മളെ പോയിട്ട് നീ പശുവാണ് മൃഗമാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ചീത്ത പറയേണ്ട കാര്യം. അച്ഛനെയാണെങ്കിലും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ഉള്ള ഈ സൗകര്യങ്ങളെ ഭോഗങ്ങളെയൊക്കെ അനുഭവിക്കുന്നത്. അവരാണ് നമ്മളെ ഈ ലോകത്തെ കാണിച്ചു തന്നത്. അവരില്ലെങ്കിൽ നമുക്ക് ഈ ലോകമില്ല. ശ്രദ്ധ പോകരുത്. അതാണ് ശ്രദ്ധ. മേധ, നല്ല മേധാശക്തി. യശസ്, നല്ല യശസ്, പേര് വേണം, കീർത്തി വേണം. വിദ്യ വേണ്ടേ? പഠിക്കുക. വിദ്യ അതിൽ നമ്മൾ പ്രാർത്ഥിക്കാം. ശ്രദ്ധ, മേധ, യശഃ, പ്രജ്ഞ, വിദ്യ, ബുദ്ധിം. തമോഗുണമാണ്. അങ്ങനെ ചിന്തിച്ചാൽ എന്തുണ്ടാവുമെന്നറിയോ? നമ്മുടെ അടുത്തുള്ള ഒരു ജില്ലയിൽ എന്തെങ്കിലും സംഭവിച്ചു, വേണ്ടാത്തത് സംഭവിച്ചു, നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, ആരെങ്കിലും വന്നിട്ട് കുറേ ആൾക്കാരെ വന്ന് കൊല്ലുന്നു എന്നാണെങ്കിൽ അത് അവിടെയല്ലേ? കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ ഒരു പ്രശ്നമില്ലല്ലോ. നമ്മളെന്തിനാ വെറുതെ അതിലൊക്കെ ഇടപെടുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ജയ രാധാ
स्वरूप जय जय राधा जय जय भागवता देवा गो